നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ആക്റ്റീവ് വാട്ടർ അബ്സോർപ്ഷൻ ആണ്. ആക്റ്റീവ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ബൈ യൂസിങ് എനർജി. പാസീവ് എന്ന് പറയുന്നത് വിത്തൗട്ട് ദി എക്സ്പെൻഡിച്ചർ ഓഫ് എനി എനർജി. ഓക്കെ, സോ it is the energy dependent absorption taking place against concentration gradient or pressure gradient utilizing metabolic energy. പാസീവിൽ നമ്മൾ ഹൈ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് മോളിക്യൂൾസ് ലോ കോൺസെൻട്രേഷൻ ഉള്ളിടത്തോട്ട് മൂവ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇവിടെ എങ്ങനെയാണ്? ലോ കോൺസെൻട്രേഷനിൽ നിന്ന് ഹൈ കോൺസെൻട്രേഷനിലോട്ടേക്ക്, അതായത് കുറച്ചുള്ളിടത്തു നിന്നും കൂടുതൽ ഉള്ളിടത്തോട്ടേക്ക് മൂവ് ചെയ്യാണ്. സോ ഇങ്ങനെ മൂവ് ചെയ്യണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഫോഴ്സ് വേണം. ആ ഫോഴ്സ് എന്ന് പറയുന്നത് മെറ്റബോളിക് എനർജി യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഈ എഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ഈ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, യൂഷ്വലി ഇറ്റ് ഒക്കേഴ്സ് വെൻ ദ റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷൻ ഈസ് വെരി ലോ. നമ്മൾ പാസീവ് അബ്സോർപ്ഷൻ്റെ കേസിൽ എന്തായിരുന്നു പറഞ്ഞത്? ട്രാൻസ്പിറേഷൻ നല്ലോണം നടന്നാൽ, ഹൈ ലെവൽ ഓഫ് ട്രാൻസ്പിറേഷൻ നടന്നാൽ, അതായത് ലീഫിൽ നിന്ന് വാട്ടർ ലോസ് ആയാൽ അവിടെ ലീഫിൽ മീസോഫിൽ സെൽസിൽ ഒരു പ്രഷർ ഡെഫിസിറ്റ് ക്രിയേറ്റ് ചെയ്യും. ഈ ഒരു പ്രഷർ ഡെഫിസിറ്റ് ആണ് എന്ത്? ട്രാൻസ്പിറേഷണൽ പുൾ എന്ന് പറയുന്നത്. ആൻഡ് അത് കാരണമാണ്, അത് റൂട്ടിലോട്ടോക്ക് പാസ് ചെയ്തിട്ട് ആ ഒരു പ്രഷർ കാരണമാണ് വാട്ടർ അബ്സോർബ് ചെയ്യുന്നതെന്ന്. സോ ലോ ട്രാൻസ്പിറേഷൻ ആണ്, അല്ലെങ്കിൽ ലീഫിൽ നിന്ന് വാട്ടർ പുറത്തോട്ടേക്ക് പോകുന്നില്ല. ഇങ്ങനെയുള്ള കേസിൽ അങ്ങനെ ഒരു വാട്ടർ ലോസ് കുറവായതുകൊണ്ട് തന്നെ ആ ഒരു പ്രഷർ അല്ലെങ്കിൽ ട്രാൻസ്പിറേഷണൽ പുള്ള് ക്രിയേറ്റ് ചെയ്യുന്നില്ല. സോ ആ ഒരു പ്ലാന്റിൽ വെള്ളമുണ്ട്, മീസോഫിൽ സെൽസിൽ വെള്ളമുണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെയുള്ള ട്രാൻസ്പിറേഷണൽ പുള്ള് ക്രിയേറ്റ് ആവുന്നില്ല. ഇങ്ങനെയുള്ള കേസിലാണ് ആക്റ്റീവ് അബ്സോർപ്ഷൻ നടക്കുന്നത്. ഓക്കെ, usually it occurs when the rate of transpiration is very low, loss of water from the plant body is very little and the cells have enough water content. അതായത് നമ്മളുടെ പ്ലാന്റിലെ സെൽസിലെല്ലാം വെള്ളമുണ്ട്, അതായത് ഹൈ വാട്ടർ പൊട്ടൻഷ്യലാണ് അല്ലെങ്കിൽ ഹൈ കോൺസെൻട്രേഷൻ വാട്ടർ ഉണ്ട്, എന്നാൽ പോലും പ്ലാന്റിലോട്ടേക്ക് വാട്ടർ എൻ്റർ ചെയ്യുന്നതാണ് എന്ത്? ആക്റ്റീവ് അബ്സോർപ്ഷൻ. സോ നമ്മൾ ഈ വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ, അതായത് റൂട്ട്സ് വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് 2 തിയറീസാണുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഓസ്മോട്ടിക് തിയറി ഓഫ് വാട്ടർ അബ്സോർപ്ഷൻ. ഓസ്മോട്ടിക് ആക്റ്റീവ് വാട്ടർ അബ്സോർപ്ഷൻ. സെൽ വാൾസ് അറ്റ് ഫസ്റ്റ് അബ്സോർബ് സോയിൽ വാട്ടർ ബൈ ഇംബൈബിഷൻ. അതായത് ഈ ഒരു തിയറി പറയുന്നത്, അതായത് ഓസ്മോട്ടിക് തിയറി ഓഫ് വാട്ടർ അബ്സോർപ്ഷൻ പ്രകാരം ആദ്യം നമുക്കറിയാം റൂട്ടാണ് വാട്ടർ അബ്സോർബ് ചെയ്യുക. റൂട്ട് തന്നെ റൂട്ട് ഹെയേഴ്സാണ് അബ്സോർബ് ചെയ്യുക. ഈ റൂട്ട് ഹെയേഴ്സിൻ്റെ സെൽ വാള് സോയിലുള്ള ആ ഒരു സോയിൽ സൊല്യൂഷനെ അബ്സോർബ് ചെയ്യാതെ ഇംബൈബിഷൻ വഴിയാണ്. ഓക്കെ, റൂട്ട് ഹെയേഴ്സ് ഫസ്റ്റ് ഇംബൈബിഷൻ വഴി ഈ ഒരു വാട്ടറിനെ അബ്സോർബ് ചെയ്യും. ഇംബൈബിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സർഫസ് അട്രാക്ഷനാണ്. അതായത് റൂട്ട് ഹെയേഴ്സിൻ്റെ ആ ഒരു സർഫസാണ് വാട്ടറിനെ, അല്ലെങ്കിൽ സെൽ വാളാണ് വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നത്. സിൻസ് ദ സെൽ വാൾ ഈസ് ഫ്രീലി പെർമിയബിൾ, ഇറ്റ് അലോസ് ബോത്ത് സൊല്യൂട്ട് ആൻഡ് സോൾവൽ മോളിക്യൂൾ ടു പാസ് ത്രൂ ഇറ്റ്. ഓക്കെ, അപ്പോൾ റൂട്ട് ഹെയേഴ്സിൻ്റെ സെൽ വാള് വാട്ടറിനെ അബ്സോർബ് ചെയ്യും. ആൻഡ് നമുക്കറിയാം സെൽ വാൾ എന്ന് പറയുന്നത്, സെല്ലിന് എന്തൊക്കെയുണ്ട്? ഒരു സെൽ വാൾ ഉണ്ട്, ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്, അതിൻ്റെ ഉള്ളിലായിട്ട് പ്രോട്ടോപ്ലാസം ഉണ്ട്. ഓക്കെ, സെൽ വാള് ഫ്രീ ആയിട്ട് പെർമിയബിൾ ആണ്. അപ്പോൾ എന്താണ്? ആ ഒരു സോയിലുള്ള സൊല്യൂട്ടും അതുപോലെ വാട്ടറും സെൽ വാള് ക്രോസ് ചെയ്യും. പക്ഷെ നമുക്കറിയാം സെൽ വാൾ കഴിഞ്ഞ് തൊട്ടുള്ളിലായിട്ട് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. ആൻഡ് പ്ലാസ്മ മെംബ്രെയിൻ ഈസ് സെലക്റ്റീവ്. പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് ഒരിക്കലും പെർമിറ്റ് ചെയ്യില്ല. വാട്ടർ പാസസ് ത്രൂ ദി സെൽ വാൾ ആൻഡ് കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് റൂട്ട് ഹെയേഴ്സ്. The selectively or differentially permeable plasma membrane allows water molecule only certain selected ions to pass across the cell sap. ഓക്കെ, സോ ഈ ഒരു സോയിൽ നിന്ന് അബ്സോർബ് ചെയ്ത എല്ലാ മോളിക്യൂൾസിനെയും പ്ലാസ്മ മെംബ്രെയിന് കടത്തിവിടില്ല. സെലക്റ്റഡ് ആയിട്ടുള്ള അയോൺസിനെയും വാട്ടേഴ്സിനെയും മാത്രമാണ് പ്ലാസ്മ മെംബ്രെയിനിൽ കൂടി മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ,
സോ ഈ ഒരു തിയറി പ്രകാരം ഒരു സെല്ലിൻ്റെ ഉള്ളിൽ സെൽ സാപ്പ് എന്ന് പറയുന്നത് ഹൈ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഹൈ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ആയിരിക്കും. ഓക്കെ, സോൾട്ട് കൂടുതലായിരിക്കും. അപ്പോൾ എന്താണ്, അവിടെ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. ഓക്കെ, സോ സെല്ലിൻ്റെ ഉള്ളിൽ സെൽ സാപ്പിൽ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലും വാട്ടർ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. നമുക്കൊരർത്ഥത്തിലും കൂടി പറയാം, സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കൂടുതലും വാട്ടർ പൊട്ടൻഷ്യൽ കുറവുമായിരിക്കും. ഓക്കെ, സോ ഡിഫ്യൂഷൻ പ്രഷർ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹൈ ആയിരിക്കും. ഓക്കെ, സോ the cell sap has high osmotic concentration and low water concentration, so that its diffusion pressure deficit and osmotic potential may be high and turgor pressure may be low. Then water enters it. ഓക്കെ, നമ്മൾ പറഞ്ഞു സെൽ വാൾ ക്രോസ് ചെയ്ത് വാട്ടർ പ്ലാസ്മ മെംബ്രെയിനിലെത്തി. ഇനി ആ ഒരു പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ സെല്ലിൻ്റെ ഉള്ളിൽ നോക്കിയാൽ സോല്യൂട്ട് കോൺസെൻട്രേഷൻ അവിടെ വളരെ കൂടുതലാണ്, വാട്ടർ കോൺസെൻട്രേഷൻ കുറവാണ്. ഇങ്ങനെയുള്ള കേസിൽ എന്താവും, ആ ഒരു പ്ലാസ്മ മെംബ്രെയിനിൽ നിന്ന് വെള്ളം സെല്ലിൻ്റെ ഉള്ളിലോട്ടേക്ക് മൂവ് ചെയ്യും. അങ്ങനെ സെല്ലിൻ്റെ ഉള്ളിലോട്ടേക്ക് വെള്ളം എൻട്രി ചെയ്യുമ്പം അവിടെയുള്ള ടർഗർ പ്രഷർ കൂടും. ടർഗർ പ്രഷർ കൂടും, ഡിഫ്യൂഷൻ പ്രഷർ ഡെഫിസിറ്റ് അല്ലെങ്കിൽ ദി ഡിക്രീസ് ഇൻ ദി എബിലിറ്റി ഓഫ് ഡിഫ്യൂഷൻ അത് കുറയും. ഓക്കെ, as a result water move from root hairs to cortical cell along the concentration gradient. ഇങ്ങനെയാണ് ഓരോ സെല്ലിലോട്ടേക്കും ഈ ഒരു വാട്ടർ മൂവ് ചെയ്യുന്നത്. ആദ്യത്തെ സെല്ലിൽ എൻട്രി ചെയ്യുമ്പോൾ അവരുടെ ടർഗർ പ്രഷർ കൂടും, അതായത് അവരുടെ ടർഗർ പ്രഷർ കൂടും, വാട്ടർ പൊട്ടൻഷ്യൽ കൂടും വെൻ കമ്പയറിങ് ടു അഡ്ജസൻറ്റ് സെല്ല്. ദെൻ ഈ ഒരു സെല്ലിൽ നിന്ന് അഡ്ജസൻറ്റ് സെല്ലിലോട്ടേക്ക് അതിൻ്റെ സെൽ വാളിലോട്ടേക്ക് വാട്ടർ മൂവ് ചെയ്യും. എന്നിട്ട് ദെൻ നമുക്കറിയാം ആ സെല്ലിൻ്റെ വാട്ടർ പൊട്ടൻഷ്യൽ കുറവായിരിക്കും, സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. സോ ഈ വാട്ടർ ആ സെല്ലിലോട്ടേക്ക് എൻട്രി ചെയ്യും. അങ്ങനെ അഡ്ജസൻറ്റ് സെല്ലുകളിലോട്ടേക്ക് വാട്ടർ മൂവ് ചെയ്യും. ഓക്കെ, ദെൻ ഇറ്റ് വുഡ് റീച്ച് ടു റൂട്ട് സൈലം. ഇങ്ങനെ പോയി അതെവിടെത്തും, സൈലത്തിലെത്തും. റൂട്ട് ഹെയർ, എപ്പിഡെർമിസ്, കോർട്ടെക്സ് ഇങ്ങനെ പോയിട്ട് എൻഡോഡെർമിസ് ഇങ്ങനെ പോയിട്ട് അതെവിടെ എത്തും, സൈലത്തിലെത്തും. സൈലത്തിലെത്തിയാൽ എന്താ സംഭവിക്കുക, നമ്മൾ പറഞ്ഞു ഇറ്റ് വുഡ് അപ്വാർഡ് ദി ലീവ്സ്. സൈലം കണ്ടക്റ്റിംഗ് ട്യൂബ്സ് ആണ്. ഈ ട്യൂബ്സ് ഈ ഒരു വാട്ടറിനെ മേലോട്ടേക്ക് കണ്ടക്റ്റ് ചെയ്യും. ഓക്കെ, the osmotic potential of the soil solution plays a very important role in absorption of water. Okay, നമ്മൾ ഇത് ശരിക്കും ഒരു ആക്റ്റീവ് അബ്സോർപ്ഷനിൽ പഠിക്കുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞത് ശരിക്കും ഒരു പാസീവ് അബ്സോർപ്ഷൻ പോലെയാണ് തോന്നുന്നത്, അല്ലേ? ആദ്യം റൂട്ട് ഹെയർസ് ഇംബൈബിഷൻ വഴി വാട്ടറിനെ അബ്സോർവ് ചെയ്യും. ദെൻ ഈ വാട്ടർ സെൽ വാളിലൂടെ മൂവ് ചെയ്യും. ഈ സെല്ലിൻ്റെ ഉള്ളിൽ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും, വാട്ടർ പൊട്ടൻഷ്യൽ കുറവായിരിക്കും. അപ്പം സെല്ലിൻ്റെ ഉള്ളിലോട്ടേക്ക് വാട്ടർ എൻട്രി ചെയ്യും. അവിടുത്തെ വാട്ടർ പൊട്ടൻഷ്യൽ കൂടും, ടർഗർ പ്രഷർ കൂടും. ദെൻ ആ സെല്ലിൽ നിന്ന് അടുത്ത അഡ്ജസൻറ്റ് സെല്ലിലോട്ടേക്ക് വാട്ടർ മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്ത് എവിടെ എത്തും, സൈലം എത്തും. സൈലം എത്തിയാൽ സൈലം ഇസ് എ കണ്ടക്റ്റിംഗ് ട്യൂബ്. സോ അപ്വാർഡായിട്ട് വാട്ടറിനെ കണ്ടക്റ്റ് ചെയ്യും. ഓക്കെ, generally the osmotic potential of water remains below 1 atm, while the osmotic potential of cell sap is 2 to 8 atm. Okay, നമ്മളിവിടെ പറയുകയാണെങ്കിൽ വാട്ടർ സോയിലിൽ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ കുറവായിരിക്കും, അതായത് വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും. പക്ഷേ സെൽ സാപ്പിൽ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ കൂടുതലാണ്, അതായത് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. ഒരു 2 to 8 atm ഉണ്ട്. അതായത് ദർ ഈസ് എൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ, അല്ലേ? സോ റൂട്ടിൽ നോക്കുകയാണെങ്കിൽ റൂട്ടിലെ സെല്ലുകളിൽ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ കൂടുതലാണ്, അതായത് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലാണ്. സോയിലാണെങ്കിൽ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറവാണ്. ഓക്കെ, സോ in other words a water potential gradient exists between the soil solution and cell sap. അതുകൊണ്ട് തന്നെ സോയിലുള്ള വാട്ടർ റൂട്ടിലോട്ടേക്ക് എൻട്രി ചെയ്യുന്നു.
Water molecules are always moved from the region of higher water potential towards the region of lower water potential. Thus, water enters into the cell sac according to the water potential gradient. Then, water moves from cell to cell along the concentration gradient and reaches endodermis and pericycle. നമ്മൾ പറഞ്ഞു. ദെൻ പെരിസൈക്കിൾ കഴിഞ്ഞാൽ അടുത്തത് അവിടെ എത്തും, സൈലത്തിലെത്തും. ആൻഡ് ദി സൈലം എലമെൻറ്റ്സ് ടു ബി ട്രാൻസ്ലോക്കേറ്റഡ് അപ്വാർഡ്സ്. നമ്മൾ ഈ റേഡിയൽ കണ്ടക്ഷൻ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞ് ഇത് ഓൾറെഡി പഠിച്ച കാര്യമാണ്, ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തെന്നുള്ളൂ. ദീസ് തിയറി അക്കൗണ്ട്സ് ഫോർ ദി സിംപ്ലാസ്റ്റിക് മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ഇൻ വിച്ച് വാട്ടർ എൻറ്റേഴ്സ് ഇൻ ടു ലിവിങ് പ്രോട്ടോപ്ലാസം ഓഫ് എ സെൽ ആൻഡ് ദെൻ പാസസ് ടു ദി നിയർബൈ സെൽ ത്രൂ പ്രോട്ടോപ്ലാസം. അല്ലേ, നമ്മൾ പറഞ്ഞത് എന്താണ്, ആദ്യം റൂട്ട് എംബൈബിഷൻ വഴി അബ്സോർബ് ചെയ്യും. ദെൻ ആ ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലോട്ട് വാട്ടർ മൂവ് ചെയ്യും. ഇങ്ങനെ ഓരോ സെൽ ടു സെല്ല് വാട്ടർ മൂവ് ചെയ്യുമെന്നാണ് ഈ തിയറി പ്രകാരം പറയുന്നത്, ബൈ ക്രോസിങ് ദി പ്രോട്ടോപ്ലാസം. ഓക്കെ, അങ്ങനെ മൂവ് ചെയ്ത് സൈലം വരെ എത്തും. ഓക്കെ, സോ ഈ ഒരു വാട്ടർ പൊട്ടൻഷ്യലിൻ്റെ ഡിഫറൻസ് കാരണമാണ് ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലോട്ടേക്ക് മൂവ് ചെയ്യുന്നത്.